ഇത്രയും ദിവസം നമ്മൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടോ? $1 റെന്റിനെടുത്ത എൻ്റെ ഇസു ഡി മാക്സ്. ക്യാൻബറ എന്ന് പറഞ്ഞ നഗരം എനിക്ക് നിങ്ങളെ മൊത്തത്തിൽ ഈ മലയുടെ മേളിൽ ഇരുന്ന് കാണാൻ പറ്റും. ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുമ്പിലേക്കുള്ള രാജവീതി. ഇന്ത്യൻ പാർലമെന്റ് ഇപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? കർണാടകത്തിൽ നിന്നുള്ള കുറെ പൊളിറ്റീഷ്യൻസ് ഇറങ്ങിടപ്പുണ്ട്, കോൺഗ്രസ്സുകാരാ. പാർലമെന്റിനകത്ത് വെക്കാൻ വെച്ചിരിക്കുന്ന സാധനം കണ്ടോ? കാങ്കറിനെ കണ്ടില്ല എന്ന് പറയുന്നതാരും പോകുന്നുണ്ടാ. ഇത് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ ഒന്നും അല്ല. നിരന്ന് നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ടോ മോനെ? ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടാ. വെൽക്കം ടു ക്യാൻബറ. യെസ്, അങ്ങനെ നമ്മൾ ക്യാൻബറ എത്തിയിരിക്കുകയാണ്. ക്യാൻബറ എന്ന് പറയുന്ന ആ ഒരു ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻബറ സിഡ്നിയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ റോഡ് മാർഗം ഡ്രൈവ് ചെയ്താണ് ഞാൻ ക്യാൻബറ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ഹൈവേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഹൈവേയിൽ നിന്നും എക്സിറ്റ് എടുത്തിട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ആ കാണുന്ന മല കണ്ടോ? ആ കാണുന്ന മലയുടെ മുകളിലെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ്. അതായത് ഇവിടെ മൊത്തം വൈൻയാർഡാണ്. ഇഷ്ടംപോലെ വൈൻയാർഡുകളുള്ള സ്ഥലമാണ് ക്യാൻബറ എന്ന് പറയുന്നത്. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉള്ള മലകൾ മുഴുവൻ, നമ്മുടെ നാട്ടിൽ മൂന്നാറൊക്കെ തേയിലത്തോട്ടം ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെയുള്ള മലകളിലെല്ലാം മുന്തിരി പടർത്തിവിട്ടും മുന്തിരി കൃഷി ചെയ്തും മറ്റുമൊക്കെയുള്ള അങ്ങനത്തെ പരിപാടിയാണ് മൊത്തം. ഞാനിപ്പോൾ ഇവിടുത്തെ ക്യാൻബറയുടെ ആ ഒരു സിറ്റിക്ക് പുറത്തുകൂടെയുള്ള ഒരു ഔട്ടർ റിംഗ് റോഡ് പോലെയുള്ള ഒരു സ്ഥലത്തുകൂടെയാണ് പോകുന്നത്. ഇതൊരു പ്യുവർലി ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഭവം അല്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവരുടെ പാർലമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവരുടെ ഡിഫൻസിൻ്റെ ആസ്ഥാന മന്ദിരങ്ങൾ, പിന്നെ ഡിഫൻസിൻ്റെ കോളേജ്, സ്കൂള്, പിന്നെ മിലിറ്ററിയുടെ ഓഫീസുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സ്ഥലം ഭംഗിയോടെ കാണാനായിട്ട്, അതായത് ഇവരുടെ ആ ഒരു പാർലമെന്റിന്റെ ഒക്കെ കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്ന ഒരു മല ഇവിടെ ഉണ്ട്. ആ മലയുടെ മേളിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. മൗണ്ട് ഐൻസിലോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. ഈ കാണുന്ന ഈ ഒരു വഴിയിലൂടെ 3 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ മലയുടെ മേളിലെത്തും. ഇവിടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട്, ഇവരുടെ തന്ത്രപ്രധാന മേഖലയൊക്കെ ആയതുകൊണ്ടും എന്താ പറയുക, ഈ ഡ്രോൺ പറത്തുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രോൺ പറത്തുന്നില്ല. പകരം എന്തെങ്കിലും സ്റ്റോക്ക് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. കാങ്കരൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാൻബറ. അങ്ങനെ സിഡ്നിയിൽ നിന്നും ഞാൻ $1 റെന്റിനെടുത്ത എൻ്റെ ഇസു ഡി മാക്സ് ഈ കാണുന്ന വണ്ടിയിൽ ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ ക്യാൻബറ എത്തിയിരിക്കുകയാണ്. ക്യാൻബറ എന്ന് പറഞ്ഞ നഗരം എനിക്ക് നിങ്ങളെ മൊത്തത്തിൽ ഈ മലയുടെ മേളിൽ ഇരുന്ന് കാണാൻ പറ്റും. അതാണ് ഈ മലയുടെ പ്രത്യേകത. അപ്പോൾ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നഗരത്തിൻ്റെ സമീപത്തുള്ള ഒരു മല. അപ്പോൾ അത് കണ്ടോ, നോക്കൂ. ഒരു വിമാനം കണ്ടോ, പറന്നു പോകുന്ന കണ്ടോ. ഇതൊരു ചെറിയ കുഞ്ഞു വിമാനം, അതായത് നമ്മുടെ എന്താ പറയുക, ഈ സൈറ്റ് സീയിങ് വിമാനം, അതാണ് പരിപാടി. സിഡ്നി ഇരിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. മെൽബൺ ഇരിക്കുന്നത് വിക്ടോറിയ എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു ഓസ്ട്രേലിയ. കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ ഓസ്ട്രേലിയ ഇവർ ഒരു രാജ്യമായ സമയത്ത് ഇവരുടെ ഭരണഘടന പ്രകാരം ഈ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് വേണം ഇവരുടെ ക്യാപിറ്റൽ ആകേണ്ടത് എന്ന് പറഞ്ഞ നിയമമുണ്ട്. ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്ഷൻ 125 പ്രകാരമാണ് അങ്ങനെ ഒരു ആക്ട് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോഴത്തേക്കിനും സിഡ്നിയിൽ നിന്നും 100 കിലോമീറ്റർ മാറി മെൽബണും, അതായത് സിഡ്നി മെൽബണും തമ്മിൽ അടിയാവരുത്. കാരണം മെൽബണും സിഡ്നി മാറില്ല ഇവിടുത്തെ പ്രധാന 2 വലിയ നഗരങ്ങൾ. അപ്പോൾ ഈ മെൽബണും സിഡ്നിയും തമ്മിൽ അടിയാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ക്യാൻബറ എന്ന് പറയുന്ന സിഡ്നിയിൽ നിന്നും 100 കിലോമീറ്റർ 150 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ഇതാണ് ഇതുപോലെ കാണുന്ന ഒരു പ്രദേശം ക്യാൻബറ. അവിടെ വെള്ളവും അതേപോലെ തന്നെ ക്ലൈമറ്റ് വൈസ് നല്ലൊരു സ്ഥലം, അത്യാവശ്യം വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള സ്ഥലം, പിന്നെ സ്ഥലത്തിൻ്റെ ഈ സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് ഇതുപോലെ പരന്ന പ്രദേശം എടുത്ത് പ്ലാൻ ചെയ്ത് സിറ്റി ആക്കിയാണ് ഇത്തരത്തിലാക്കിയെടുത്തത്. മനസ്സിലായോ? ഇതിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഇവിടെ ലേക്ക് ബർലി കാണാം. ആ സ്ഥലങ്ങളാണ് ഇവിടെ ഈ കാണുന്നത്. കണ്ടില്ലേ, ഈ കാണുന്നത് ലേക്ക് ബർലി മുതൽ പിന്നെ റെഡ് ഹില്ല്, പാർലമെൻറ്റ് ഹൗസ്, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സിറ്റി സെൻറ്റർ ഏരിയ. അപ്പോൾ ഇതൊരു പ്ലാൻഡ് സിറ്റിയാണ് ഈ മുമ്പിൽ കാണുന്ന നമ്മുടെ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ക്യാൻബറ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ രാജവീതികളിലൂടെ പുളകം ചാർത്തി പോകുന്ന വണ്ടികളെന്നൊക്കെ പറയുന്നല്ലോ. അവിടെ പക്ഷേ വണ്ടികളൊന്നുമില്ല. വണ്ടികളൊക്കെ വളരെ കുറവാണ്, തിരക്ക് വളരെ കുറവാണ്. ഒരു ശാന്തസുന്ദരമായിട്ടുള്ള അധികം ആൾക്കാരും താമസിക്കാത്ത, വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു കുഞ്ഞു സ്ഥലം, അതാണ് ക്യാൻബറ. ഈ സിറ്റിയുടെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്ന മാരിയൻ മഹോണി ഗ്രിഫിൻ എന്ന് പറഞ്ഞ ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ അന്ന് വരച്ച സംഭവങ്ങളും അയാളുടെ പ്ലാന് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ എഴുതിയൊരു സംഭവം കണ്ടോ, ഐ ഹാവ് പ്ലാൻഡ് എ സിറ്റി നോട്ട് ലൈക്ക് എനി അതർ സിറ്റി ഇൻ ദ വേൾഡ്. ഐ ഹാവ് പ്ലാൻഡ്
No, I have planned it not in a way that I expected any government authorities in the world would accept. I have planned an ideal city, a city that meets my ideal of the city of the future. എന്തോന്നടേ ഇത്? എവിടെ നോക്കിയാലും ചൈനക്കാരാട്ടോ. ഒന്നാമത് ഈ ചൈനീസ് ന്യൂ ഇയർ കാരണം ഇവർ ട്രാവൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാരണം ഇഷ്ടംപോലെ ചൈന ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ കുടിയേറി പാർത്തവരൊക്കെ ഉണ്ട്, ഇന്ത്യക്കാരെ പോലെ തന്നെ. ആ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയ. ആ കാണുന്ന അത്ര സ്ഥലം കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ സിറ്റി. അത്രേ ഉള്ളൂ ഇവിടുത്തെ സിറ്റി. നമുക്കിനി താഴെ ഓസ്ട്രേലിയൻ പാർലമെന്റ് മന്ദിരത്തിന്റെ അടുത്തേക്ക് പോകാം. ഓസ്ട്രേലിയയുടെ പാർലമെന്റ് മന്ദിരമാണ്, അതായത് നമ്മുടെ ന്യൂഡൽഹിയിലെ പാർലമെന്റ് പോലെ തന്നെ ഓസ്ട്രേലിയയുടെ പാർലമെന്റ് മന്ദിരം. ശരിക്കും അതിനകത്ത് കയറി കാണാനൊക്കെ പറ്റും നമുക്ക്. ഇതിപ്പോൾ ലേറ്റ് ആയത്, പിന്നെ 3:30 വൈകിട്ട്, എങ്ങനെ അവസ്ഥ എനിക്ക് അറിയില്ല. അറ്റ്ലീസ്റ്റ് പുറത്തൂടെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് കാണാൻ പറ്റും ഈസി ആയിട്ട്. അകത്ത് ഓപ്പൺ ഫ്രീ ടൂറുകളും മറ്റുമൊക്കെ എന്തായാലും ഉണ്ടാവും, നമുക്ക് പോയി നോക്കാം. പുറത്ത് ചുട്ടു പൊള്ളുന്ന ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അയ്യോ ചൂടേ, ചൂട് 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 ചൂടേ. ഇവിടെ ഒരു ഓസ്ട്രേലിയൻ വാർ മെമ്മോറിയൽ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ അത് കയറി കാണാം. ഞാനിപ്പോൾ അത് കയറി കാണാൻ നിൽക്കുന്നില്ല, അത് ഞാൻ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ പ്ലാൻ. ഇതാണ് ആ രാജവീതി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മുമ്പിലേക്കുള്ള രാജവീതി. അതിന് മുമ്പിൽ നമുക്കിവിടെ ഒരു വലിയൊരു റൗണ്ട് അബൌട്ട് ഉണ്ട്. ഈ റൗണ്ട് അബൌട്ടിൻ്റെ അപ്പുറത്ത് അവിടെ ആ കാണുന്നതാണ് ഓസ്ട്രേലിയൻ വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്. അടിപൊളിയല്ലേ? നല്ല രസമുള്ളൊരു ബിൽഡിങ്ങാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ കാണുന്ന വഴിയിലേക്ക് നമ്മൾ പോവാണേ. എന്ത് രസമല്ലേ വഴിയൊക്കെ. നമ്മൾ ഈ ഒരു റോഡ് നമ്മൾ മലയാള മേളിൽ നിന്ന് നമ്മൾ കണ്ടാണ് ഇങ്ങനെ നേരെ കിടക്കുന്ന. ശരിക്കും നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള അതുപോലെ തന്നെ ഉള്ള ഒരു റോഡാണിത്. ഇവിടെ നിറച്ച് റൗണ്ട് ബോട്ടുകളും ഫൗണ്ടൻസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ബോട്ടിൽ കയറുമ്പോഴത്തേക്കിനും അതിലേ വരുന്ന വണ്ടികൾക്ക്, അതായത് നമ്മുടെ വലതുവശത്ത് വരുന്ന വണ്ടികൾക്ക് എപ്പോഴും നിർത്തി കൊടുക്കണം. അതങ്ങനെയാണ് അതിൻ്റെ രീതികൾ. നമുക്ക് റൗണ്ട് അബൌട്ട് സിസ്റ്റം വളരെ കുറവായതുകൊണ്ട് നമുക്കത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് നമുക്ക് പലർക്കും അറിയില്ല അത്. ആ എതിരെ ഇപ്പം റൈറ്റ് സൈഡിൽ ഇപ്പോൾ വണ്ടികൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള അനുവാദമുള്ളൂ. ഇപ്പം ഇത് കണ്ട, ഇപ്പം എൻ്റെ വണ്ടി നിന്നു, അപ്പം ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് എടുത്തു, എനിക്ക് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ ഞാൻ റൗണ്ട് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരിക്കും ആൾക്കാർ. ഞാൻ റൗണ്ട് ബോട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നവരെ ആ ഒരു ഭാഗത്തു കൂടെ നമുക്ക് പ്രയോറിറ്റി കിട്ടും. അതാണ് സംഭവം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റൗണ്ട് ബോട്ടിലൂടെ ഞാൻ കടന്ന് നമ്മുടെ സിറ്റി സെൻറ്റർ ഏരിയയുടെ നടുവിലൂടെ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോവാ? ഇവിടെ മൊത്തം നമ്മുടെ തിരുവനന്തപുരത്ത് കാണുന്ന പോലെ തന്നെ മന്ത്രിമാരുടെ മന്ദിരങ്ങളും MLA ഓഫീസുകളും അങ്ങനെയുള്ള സംഭവങ്ങൾ, MP ഓഫീസുകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലെയുള്ള പല പല മിനിസ്ട്രി ഓഫീസുകളും ബാക്കിയുള്ള സംഭവങ്ങളും, ജീവനക്കാർ, സർക്കാർ ഓഫീസുകൾ, സർക്കാർ ജീവനക്കാരുടെ സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരു വൈവാണിത്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നാഷണൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഇവരുടെ ഒരു പാർലമെൻറ്റ് ഹൗസിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണ്. നാഷണൽ ട്രയാങ്കിൾ എന്നാണ് ഈ ഒരു സ്ഥലത്തെ അവർ പറയുന്നത്. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത്. ആ നേരെ കാണുന്ന സംഭവം കണ്ടോ, അതാണ് പാർലമെന്റ് ഹൗസ്. ഇവരുടെ പാർലമെന്റ് ഹൗസ് ബിൽഡിങ്, അതിന്റെ മേളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. എന്നൊക്കെ പരിപാടിയാണോ, എന്ത് സെറ്റപ്പല്ലേ ഇത്. അതിന്റെ മേളിലേക്ക് ഒരു ഡ്രൈവ് വേ ഉണ്ടല്ലോ. എന്നോട് അങ്ങോട്ട് പോകാനാണല്ലോ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ശരിയാടാ, അങ്ങോട്ട് വണ്ടി പോടാ. ദൈവമേ, ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ. അയ്യോ, എന്തായാലും ഞാൻ ഇതിന്റെ മേളിലേക്ക് കയറാൻ പോവാ. ഞാൻ പാർലമെന്റ് ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ ഇട്ടപ്പോഴത്തേക്കിനും ഈ കാണുന്ന വഴി കൂടെ പോകാനൊക്കെയാണ് പറയുന്നത് ഗൂഗിൾ മാപ്പ്. ഇത് ഇങ്ങനെ നേരെ കയറി എങ്ങോട്ടായി പോകുന്നേ? അയ്യോ, അതിന്റെ മേളില് ഒരു വലിയൊരു ലോണൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. Wow, that's nice, man. Oh, ഇവിടെ പാർക്കിംഗ് ഉണ്ട്, so you can go inside. അടിപൊളി. ഓക്കെ, വാവ്, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് കിടില സ്ഥലം. ബേസ്മെന്റിൽ പാർക്ക് ചെയ്യാം. ഓക്കെ, കാറ്, ടാക്സി ആൻഡ് എമർജൻസി വെഹിക്കിൾസ് ഓൺലി. അടിപൊളി. പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ ബേസ്മെന്റിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വാവ്, ബസ് വരെ ഇതിനടി കൊണ്ട് പാർക്ക് ചെയ്യാം. ഇത് എങ്ങനെയാണ് പാർക്കിംഗ് സംഭവങ്ങൾ? വാവ്, ഇത് സെറ്റപ്പോടെ ഇത്. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെ 1 മണിക്കൂർ വരെ ഫ്രീ ആണ്. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ മതി. എൻ്റെ രക്ഷയിലാട്ടാ ഇത്. നമ്മളെ പാർലമെന്റ് മന്ദിരത്തിന്റെ അടിയിലാണ് നമ്മൾ. നോക്കിയേ, പൊളിച്ച്. പാർലമെന്റ് മന്ദിരത്തിന്റെ അടിയിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഇഷ്ടംപോലെ ബസ്സൊക്കെ ഇതിനടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മേളിലേക്ക് പോവാം. ഇത് കൊള്ളാട്ടോ. ഇതല്ല, ഇത് ഈ കാണുന്നത് കുറെ ഫ്ലാഗുകളുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ആയിരിക്കാനാണ് സാധ്യത. ഇതാണ് ഇവരുടെ പാർലമെന്റ് മന്ദിരം. കണ്ടാ, ഇത് ശരിക്കും എനിക്ക് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ പോയ പോലെ തോന്നുന്നു. ഇതിൻ്റെ ഒക്കെ അടിയിൽ ബേസ്മെന്റിൽ പാർക്കിങ്ങും പരിപാടികളൊക്കെയാണ്. എന്ത് ഭംഗിയല്ലേ, എന്ത് സ്പോട്ട്ലെസ് ക്ലീൻ, എന്ത് കിടുക്കാച്ച് സെറ്റപ്പാന്ന് നോക്കി. അയ്യോ,
ഒരു രക്ഷയില്ല. ഇവിടെ ഒന്നും ഒരു പൊടി പോലും ഇല്ല ഗൈസ്, ഒന്നുമില്ല. നോക്കി ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ പോലത്തെ ഒരു സെറ്റപ്പ്. ആ ഫൗണ്ടനിൽ ഇത് കണ്ടോ, ഇവിടെ വെള്ളം ഇങ്ങനെ ആടി 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 പോകുന്നുണ്ടോ. ഇവിടെ മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസൈൻ ഉണ്ട് കണ്ടേ. ഇതിനകത്ത് കയറാൻ പറ്റും. പിന്നെ ടൂറൊക്കെ ബുക്ക് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എക്സ്റേ സ്കാനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് കയറാം. വേറെ വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. ഓസ്ട്രേലിയയുടെ കോട്ടോ ഫാംസ് കാണാം. കാങ്കരു ആണ് അവിടെ ഒരു സൈഡിൽ നിൽക്കുന്നത്. ഒരു സൈഡിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത് വരുമ്പോഴത്തേക്കിനും വലിയ ലുക്കൊന്നും ഇല്ല. ലുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുതിയ ബിൽഡിംഗ് അല്ലേ, പുത്തൻ സംഭവമല്ലേ. ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി വന്നു ഗൈസ്. ഇതാണ് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരം. നോക്കി ഈ തൂണുകളൊക്കെ നോക്കി, മാർബിളിൻ്റെ തൂണുകളാണ്. ഇവിടെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റുമെന്ന്. ഈ സ്റ്റെപ്സൊക്കെ കണ്ടോ, ഫുള്ള് മാർബിളാണോ ഗ്രാനൈറ്റ് ആണോ എന്തോ ഇത്, എന്തോന്നടേ ഇത്, തിളങ്ങുക കേട്ടോ മൊത്തത്തിൽ. ഒരു രക്ഷയില്ല ഏട്ടാ. പാർലമെൻറ്റ് ഷോപ്പെന്നും പറഞ്ഞ് ഇതിനകത്ത് സോനിയർ ഷോപ്പൊക്കെ ഉണ്ട്. വൻ സെറ്റപ്പാണ് എല്ലാം. ഞാൻ എത്ര രാജ്യത്തെ പാർലമെൻറ്റ് ഇതേപോലെ പോയിട്ടുണ്ടെന്നറിയോ. അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയ വന്നു. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ മാത്രം ഇതുവരെ ആ പരിസരത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. സ്വന്തം രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ എന്തെങ്കിലും ഒരു ദിവസം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ഓസ്ട്രേലിയ പോസ്റ്റിൻ്റെ ഒരു സ്റ്റോറാണിവിടെ. ഇതിനകത്ത് ഇവരുടെ കുറച്ച് പ്രദർശനങ്ങളും പിന്നെ അബോറിജിനൽ ആർട്ട് വർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ. അതേപോലെയുള്ള വളരെ വിലപിടിപ്പുള്ള അബോറിജിനൽ ആർട്ട് വർക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് കോസ്റ്റ് വരുന്ന സാധനമാണെന്നറിയോ. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ്. 1988 മെയ്, അതായത് ഞാൻ ജനിച്ചിട്ട് 2 മാസത്തിന് ശേഷം ക്യൂൻ എലിസബത്ത് ആണ് ഈ ഒരു പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തെ ഒരു ചിത്രമാണിത്. പക്ഷേ വരച്ച ചിത്രമായത്. ഇവിടെ കംപ്ലീറ്റ് അബോറിജിനൽ ആർട്സ് ആണ്. പിന്നെ ഇവർക്ക് ഇഷ്ടം പോലെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ വെക്കാൻ. ഇവരുടെ പല സംഭവങ്ങളുടെ വീഡിയോ പ്രദർശനങ്ങളുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ടൂർ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ക്യൂൻ എലിസബത്ത് വന്ന് ഈ ഒരു പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. ആ ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര വലുതാണ്. എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നറിയില്ല. ഇത് സ്ട്രോബിക്. ആ വേദിയിലിരുന്നാണ് ക്യൂൻ എലിസബത്ത് അന്ന് സംസാരിച്ചത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അബോറിജിനൽസിൻ്റെ തന്നെ ഒരു ആർട്ട് കാണാൻ പറ്റും. ദിസ് ഹാൾ ഈസ് സോ ബിഗ് എന്ന് പറഞ്ഞാൽ സോ ബിഗ്. ഇതിനകത്ത് വരാനും കാണാനൊക്കെ എല്ലാം ഫ്രീ ആണ്. നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പ് ഗൈഡഡ് ടൂർസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൊത്തം ഫ്രീ ആണ്. ഇതിനകത്ത് നമുക്ക് 2 ചേംബർ റൂമുകൾ നമുക്കുണ്ട്. ചേംബർ റൂമിലേക്ക് നമ്മളിതുവരെ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ഇതിനകത്തെ ഈ ഒരു നടുത്തളത്തിലും ബാക്കിയുള്ള പല ഏരിയകളിലും കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം. അതെ എവിടെയാണ് വെള്ളം വീഴുന്ന സൗണ്ട്? അതെ, ഇത് ഒരു കുഞ്ഞി ഫൗണ്ടൻ. അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന കേൾക്കാൻ ആ ശബ്ദം ഇവിടെ ഇങ്ങനെ പ്രതിഫലിച്ച് കേൾക്കുന്നത് കൊള്ളാം. ചെറുതാണെങ്കിലും ചെറുതെന്ന് പറയാൻ പറ്റില്ല, മോഡേൺ ആണെങ്കിലും അടിപൊളിയാണ്. ഈ സംഭവങ്ങൾ ഈ വുഡ് വർക്കൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ നിയമസഭാ മന്ദിരത്തിനകത്ത് കയറി പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഫീൽ. ഈ ഭാഗത്ത് വുഡ് വർക്കാണ്. ഇതാണ് ഇവരുടെ സെനറ്റ് ഹാള്. എൻ്റെ അമ്മോ, ഞാനിവിടെ ഒരു 100 പേരോട് ചോദിച്ചു ഇതെങ്ങനെയാണ്, ഫോട്ടോ എടുക്കാമോ വീഡിയോ എടുക്കാമോ? പിന്നെന്താ, പോയിക്കോ, ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു, ഒരു കുഴപ്പമില്ലാന്ന് എല്ലാവരും പറയുന്നത്. ഗോ ടേക്ക് ഫോട്ടോസ്, എൻജോയ് ചെയ്യുന്നു. വലിയ രാജ്യമാണെങ്കിലും വളരെ കുറച്ച് ജനങ്ങൾ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ജനനേതാക്കന്മാരും ജനങ്ങളെ തിരഞ്ഞെടുത്തവരും വളരെ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ഹോളൊന്നും വേണ്ട. നമ്മുടെ രാജ്യത്തിൻ്റെ 2 ഇരട്ടി വലിപ്പം ഉണ്ടെങ്കിലും ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് അത്രയും പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞി ഹോള് മതി. അപ്പോൾ ഇതിവരുടെ മെയിൻ ഹാള്. അപ്പം സെനറ്റ് അംഗങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അവരുടെ സ്പീക്കറിൻ്റെ സ്ഥലം. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് പല സംസ്ഥാനങ്ങളുടെ ഫ്ലാഗ് കാണാം. പിന്നെ അതിന് മുകളിൽ ഗ്യാലറി ഉണ്ട്. അതിൻ്റെ അടിപ്പുറത്തും ഒരു ഗ്യാലറി ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് മറ്റൊരു ഗ്യാലറി, ഇവിടെയും ഗ്യാലറി. പിന്നെ അവിടെ കൊച്ചുകുട്ടികൾക്കൊക്കെ സ്കൂൾ കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഗ്യാലറിയാണ് അതിൻ്റെ മേളിൽ കാണുന്നത്. അടിപൊളിയല്ലേ? നമ്മൾ നോർത്തേൺ ടെറിട്ടറിയിൽ ഡാർവിനിൽ നമ്മൾ ആ ഒരു മലയാളി MP കൂടെ അവരുടെ പാർലമെൻറ്റ് കാണാൻ പോയ പോലെ തന്നെ ഇത് ഇവരുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്. എന്താ സുജിത്ത് ഭക്തൻ എവിടെയൊക്കെ പോയി, ഏതൊക്കെ പാർലമെൻറ്റിൽ പോയി വ്ളോഗ് ചെയ്തെന്നൊക്കെ. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ, ഓസ്ട്രേലിയയുടെ പാർലമെൻറ്റ്. എനിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ജീവിതത്തിലൊരു ആഗ്രഹമാണ് സ്വന്തം പാർലമെൻറ്റ് അകത്ത് കയറി ഒന്ന് കാണണമെന്നുണ്ട്. ഇത് ഇവരുടെ മെയിൻ കമ്മിറ്റി റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വലിയൊരു പെയിൻറ്റിങ്ങാണ്. രക്ഷയില്ലല്ലേ? അതും ഇതുപോലെ തന്നെ ക്യൂൻ എലിസബത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് വരച്ച ആ ഒരു ചിത്രമാണ്. ഇവിടെ നമുക്കൊരു അപ്പോളജി കാണാം. അപ്പോളജി ടു ഓസ്ട്രേലിയാസ് ഇൻഡിജിനസ് പീപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട്
ഫെബ്രുവരി 2008 അത് സംഭവിച്ചത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കെവിൻ റുഡാണ് ശരിക്കും എന്താ പറയുക ഓസ്ട്രേലിയയിലെ അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകളോട് അപ്പോളജി, അതായത് ക്ഷമ ചോദിച്ചത് അത് ചെയ്ത തെറ്റിനും ബാക്കിയുള്ള കാര്യത്തിനെല്ലാം. ഓ വാവ്, ഇതാണ് ഇവരുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇവിടെ കർണാടകത്തിൽ നിന്നുള്ള കുറേ പൊളിറ്റീഷ്യൻസ് വെള്ളയൊക്കെ ഇട്ട് കുറേ പേരുണ്ട്, ഒരു 19 പേരുണ്ട്. അവരിവിടെ കറങ്ങി നടപ്പുണ്ട്, കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് സെനറ്റ് ഹാൾ ആണെങ്കിൽ ഇതിവരുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് അവരുടെ പ്രധാനപ്പെട്ട ആ ഒരു എല്ലാ സംഭവങ്ങളും നടക്കുന്ന അവരുടെ ആ ഒരു എന്താ പറയുക ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ആ ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നൊക്കെ പറയത്തില്ല, അതന്നെ സംഭവം. അവിടെ മേളിൽ കുട്ടികളെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. 4 തൂണിലും ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് കാണാം. ദിസ് ഈസ് റിയലി ബിഗ്. നല്ല ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ട് വീണ്ടും എക്സ്ട്രാ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കാം. പല സ്ഥലത്തായിട്ട് ഗ്യാലറി ഉണ്ട്, ഇഷ്ടംപോലെ ആളുകൾക്ക് ഇരുന്ന് കാണാം. ഇത് പൊളിച്ചോട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഡിസൈനും കളർ പാറ്റേണും എല്ലാം പൊളിയാണ്. ഇത് ഭംഗിയല്ലേ? അവിടെയും പിള്ളേർ ഇരിപ്പുണ്ടല്ലോ. എനിക്കൊന്ന് പിള്ളേരെ അവിടെ ഇരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചരിത്രവും ബാക്കിയുള്ള പരിപാടികളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കറുടെ കസേര, പിന്നെ അതിന് മുമ്പിലത്തെ ടേബിള്, ശരിക്കും ലോകത്തെല്ലായിടത്തും ഈ ഒരു സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണല്ലേ പലതും. എന്തായാലും നൈസ്. അപ്പോൾ അതും കണ്ടു തീർത്ത് എന്തായാലും പൊളിച്ച്. കന്നഡക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. കന്നഡ പൊളിറ്റീഷ്യൻസ്, കർണാടകത്തിൽ നിന്ന് വന്ന രാഷ്ട്രീയക്കാർ. ഞാൻ 1-2 പേരോട് സംസാരിച്ച് കൈ കൊടുത്ത് വെറുതെ രസം. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ പാർലമെൻറ്റ് ഹൗസിൻ്റെ താഴെയുള്ള സൂവനീർ ഷോപ്പ്, ടീഷർട്ടും മാഗ്നറ്റും എല്ലാ പരിപാടികളും മിക്കാറുണ്ട്. അടിപൊളി. ഇങ്ങനെയൊക്കെ വേണം പാർലമെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അല്ലേ? നൈസ്. പാർലമെൻറ്റിനകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം കണ്ടോ? ജിന്ന്, വോഡ്ക. ഇത് ഇവരുടെ ബ്രാൻഡാണ്, ക്യാപിറ്റൽ ഹിൽ എന്നും പറഞ്ഞുകൊണ്ട്. ഇതുവരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവരുടെ നിലവിലുള്ളതും പഴയതുമായിട്ടുള്ള പ്രൈം മിനിസ്റ്റർമാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള മഗ്ഗൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ? ഞാനൊരു മാഗ്നറ്റ് വാങ്ങിച്ച് ലെഗോസ് ആണ് കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഓസ്ട്രേലിയൻ പാർലമെൻറ്റ്? എന്തായാലും ഓസ്ട്രേലിയൻ പാർലമെൻറ്റിനകത്ത് പോയി വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ചില്ലായിട്ട് ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന് നേരെ നമ്മളിനിയിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് ഇനി എന്നാ പരിപാടി എന്നല്ലേ ആലോചിക്കാം. ഇന്നിവിടെ നിൽക്കണോ അതോ ഇനി ഫർദർ മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ഞാൻ വണ്ടി കയറിയിട്ട് ആലോചിക്കാം. ഉണ്ടായിരുന്നു പാർലമെൻറ്റ്, അടിപൊളി പാർലമെൻറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാൻബറയിൽ വേറെ കാണാനൊന്നുമില്ല. സിറ്റി കാണാൻ എനിക്ക് പ്രത്യേകിച്ച് വൈബൊന്നുമില്ല കേസ്, എനിക്ക് താല്പര്യവും ഇല്ല. സത്യം പറഞ്ഞാൽ സിറ്റിയൊക്കെ മടുത്ത്, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് ടൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ സമയം 5 മണിയായി. അപ്പോൾ നമുക്കൊരു 7 മണി വരെയൊക്കെ ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കൂടെ ഉണഞ്ഞാൽ പോരെ. അപ്പോൾ ഇവിടെ നിന്ന് 120 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൗണുണ്ട്, കൂമ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കൂമ, COOMA, കൂമ. അപ്പോൾ ആ കൂമയിൽ നമുക്ക് പോയിട്ട് താമസിക്കാം. അപ്പോൾ നമുക്ക് കൂമയിൽ പോയിട്ട് താമസിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് പൈസ കൊടുക്കേണ്ടി വരുമോ? $1 hour ആയോ? $7 കൊടുക്കാൻ പറഞ്ഞു. $1 hour ആയി. സിമ്പിൾ. യെസ്, തുറന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് $100 സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുമെന്ന് പറഞ്ഞ് നമ്മൾ കൂമ എത്തും. കൂമ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ താമസിക്കാം. അവിടെ ഞാൻ നോക്കട്ടെ, ഞാൻ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു മോട്ടലോ എന്തെങ്കിലും ഒരു സാധനം വല്ലതും ബുക്ക് ചെയ്യണം. കൂമയിൽ അത്യാവശ്യം താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയാം. അപ്പോൾ ഗുഡ് ബൈ പാർലമെന്റ്. വീണ്ടും നമ്മൾ പാർലമെന്റിന്റെ മുമ്പിൽ കൂടെ തന്നെ അടുത്തുകൂടെ വണ്ടി ഓടിച്ചോട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇങ്ങനെയൊക്കെ നമുക്ക് പാർലമെന്റിന്റെ അടുത്തുകൂടെ ഒക്കെ പോകാന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും? സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ ആക്ച്വലി എനിക്ക് കുറേ ആൾക്കാർ, നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുമ്പം വിളിക്കണേ ചേട്ടാ എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി സോറി ഗൈസ്, ഞാൻ തിരക്കായിരുന്നു, എനിക്ക് ആരെയും വിളിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം ജസ്റ്റ് തരിശായി കിടന്ന ആ ഭൂമി പ്ലാൻ ചെയ്തെടുത്ത് നിർമ്മിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന സെറ്റപ്പാണ്. അതായത് ഇവിടെ ഈ കാണുന്ന കനാലും ബാക്കിയുള്ള സംഭവങ്ങളും കെട്ടിടങ്ങളും ഓരോ മരങ്ങൾ വരെ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കി അടിപൊളിയാക്കി റെഡിയാക്കി പ്ലാൻ ചെയ്തെടുത്ത സിറ്റിയാണ്. നമ്മൾ ചണ്ഡീഗഡില്ലേ, നമ്മൾ ഇന്ത്യയിൽ ചണ്ഡീഗഡ് അതേപോലെ പ്ലാൻഡ് സിറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ പ്ലാൻഡ് സിറ്റികൾ ശരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ നമ്മുടെ തലസ്ഥാന നഗരം ശരിക്കും ന്യൂഡൽഹിയിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അങ്ങ് വെക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ നമ്മൾ വെക്കുകയാണെന്നിരിക്കട്ടെ, ആ സിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമായിട്ട് മാറും. അത് ഭയങ്കര സംഭവമാണ്. നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ തെലങ്കാന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം അവർ ഇതേപോലെ എന്തോ ഒരു പ്ലാന്റ് സിറ്റി ആയിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വാർത്തകളൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ വർക്കൊക്കെ എന്തായെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പ്ലാൻ ചെയ്ത് ചെയ്യുമ്പം എന്തും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. അവിടെ നമ്മൾ ഹൈവേയിൽ വന്ന് കയറി. ഇവിടെ നിന്നും എനിക്ക് 4 വരി ഹൈവേ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും എനിക്ക് ഇവിടുന്ന് മെൽബൺ പോകണമെന്നുണ്ടെങ്കിൽ സിഡ്നി മെൽബൺ ഹൈവേയിലോട്ട് കയറിയിട്ട് വളരെ എളുപ്പത്തിൽ ആ വിജനമായ റോഡിലൂടെ ചുമ്മാ മെൽബൺ ഓടിച്ചു പോകാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ മൗണ്ടൻസ് കയറി ഇറങ്ങി, മല കയറി ഇറങ്ങിയാണ് മെൽബണിലേക്ക് പോകാൻ പോകുന്നത്. വെറുതെ അങ്ങ് പോയി കഴിഞ്ഞ രസമുണ്ട്. വണ്ടിയൊക്കെ എടുത്തല്ലേ കഷ്ടപ്പെട്ട്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഇത്ര നാളെ നമ്മൾ വിജനമായ സ്ഥലങ്ങളല്ലേ കണ്ടത്, ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി സ്ഥലങ്ങൾ കണ്ടാലോ? അതായത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളും കാണാത്ത ടൈപ്പ് സ്ഥലങ്ങൾ. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇപ്പോൾ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന തിരക്കാണ്. ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടെ ട്രാഫിക്കുണ്ട്, റോഡ് പണി നടക്കുന്നു. ആ റോഡ് പണി നടക്കുമ്പോൾ പോലും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലാണ് റോഡ് പണിയുന്നത്. ട്രാഫിക് ആണെങ്കിൽ പോലും എത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പോകുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ട്രാഫിക് ഡിസിപ്ലിനും പിന്നെ ഈവൻ റോഡ് പണി പോലും കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ റോഡ് പണിയുമ്പം ആ റോഡിലൂടെ പോകുന്ന ബാക്കിയുള്ള ആളുകൾക്ക് യാതൊരു സുരക്ഷ നൽകുന്നില്ല. ഇതിപ്പോൾ എന്തോരം സേഫ്റ്റി പ്രോട്ടോകോൾസ് നോക്കിയാണ് റോഡ് പണിയുന്ന ഓരോ സ്ഥലത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും നേരം ക്യാൻബറയിലായിരുന്നു. ക്യാൻബറയിൽ നിന്ന് നമ്മൾ വീണ്ടും ന്യൂ സൗത്ത് വെയിൽസിൽ കയറി. നമ്മളിപ്പോൾ ശരിക്കും സ്നോയി മൗണ്ടൻസ്, അതായത് വിൻ്ററിൻ്റെ സമയത്ത് സ്നോ വീഴുന്ന മലമുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിൻ്റർ അല്ലാത്തത് കൊണ്ട് സ്നോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വിൻ്റർ ആകുന്നതിന് വേണ്ടി മരങ്ങളുടെയൊക്കെ കളറൊക്കെ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ വൈകിട്ട് 6 മണിയായി. എനിക്കൊന്നൊരു 7-7:30 ആകുമ്പോഴത്തേക്കിനും ഇരുട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ പൊന്നെ മുമ്പിൽ നോക്ക്, അടിപൊളി. ഇത് നമ്മൾ കശ്മീരൊക്കെ പോയ പോലെ ഉണ്ട്. കശ്മീർ താഴ്വര പോലെ പോയില്ലേ, അതേപോലെ ഇല്ലേ? ഇത് ഭംഗിയാ കാണാനായിട്ട്. അയ്യോ, ഇത് ഇത്രയും ദിവസം നമ്മൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും കണ്ടില്ല. ദിസ് ഈസ് റിയലി ഗുഡ് മാൻ. ഇത് കിഡിലെ ഏരിയ കേട്ടോ, രക്ഷയില്ല, പൊളിച്ച്. അതായത് എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത്. കാറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ വെറുതെ കിടക്കുക സ്ഥലങ്ങളൊക്കെ, പുല്ല് പിടിച്ചിങ്ങനെ വെറുതെ കിടക്കുക. ചില സ്ഥലങ്ങളിൽ അവർ കൃഷിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് കൃഷിയാണെന്ന് എനിക്കറിയത്തില്ല ചില സ്ഥലങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചുമ്മാ വെറുതെ കിടക്കുക. ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്, നമുക്കിവിടെ നിർത്തിയിട്ടേ ഡ്രോണെന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. നല്ല കാറ്റാണ്. ആ കാറ്റായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഡ്രോൺ കൊടുത്താൻ പറ്റില്ല. അറിയാം, ഇവിടെ മൊത്തം കാറ്റടിക്കുന്ന പ്രദേശമാണ്. പക്ഷെ ഇത് കിട്ടില്ല. ഇത് ശരിക്കും നമ്മൾ ആ ഒരു ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ലേ, ആ ഒരു ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് ചെയ്ത പോലല്ല ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അത് എൻറ്റയർലി ഡിഫറെന്റ്. ഇതിപ്പം കാണുമ്പോഴത്തേക്കിനും ഇതുപോലത്തെ ഒരു സ്ഥലം, ഇത് UK പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പച്ചപ്പുള്ള ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതല്ലാതെ ദിസ് പ്ലേസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇങ്ങനെ കിടക്കുക ആ റോഡും സ്ഥലവും ഒക്കെ. എന്തൊരു സ്ഥലമല്ലേ ശരിക്കും ഇവർക്കുള്ളത്. ഓസ്ട്രേലിയക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നല്ല അടിപൊളി സ്ഥലം. ഭയങ്കര റിച്ചാണ്, ആൾക്കാരും കുറവല്ലേ. പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. റോഡ് കണ്ടോ, നിരന്ന് നിവർന്ന് കിടക്കുന്നുണ്ടോ? എനിക്കൊന്ന് അടുത്തൊരു 5 കിലോമീറ്റർ എനിക്ക് സ്ട്രെയിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലത്തെ റോഡാ. നല്ല കാറ്റുണ്ട്, ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാല് കാറ്റോട് കാറ്റ്. നമ്മൾ കൂമ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കൂമ പിന്നെ ഇവിടെയാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. ചെറിയൊരു ഗ്രാമമാണ്, പക്ഷെ നമ്മൾ മറ്റ് ഔട്ട് ബാക്ക് സ്ഥലങ്ങളിൽ കണ്ട പോലെ അത്രയും വിജനമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോയി നോക്കുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് ഭംഗിയുള്ള സ്ഥലമല്ലേ, എവിടെ പോയാലും ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇതിപ്പോ എന്താ പറയാ, എനിക്കറിയത്തില്ല. ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണാം, പിന്നെ കുറച്ച് ട്രക്കൊക്കെ കാണാം, വേറൊന്നുമില്ല. വാഗമണ്ണ് മൊട്ടക്കുന്ന് പോലെ കിടക്കുക. നോക്കി ദൂരെ, ഒട്ടിപ്പൊളി, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് സിറ്റി സെന്റർ. ഇത്ര ഉള്ള
അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, ഒരു പമ്പ് ഉണ്ടാവും. എനിക്ക് എന്തായാലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വേണം. നമുക്ക് ഇപ്പം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഓൾറെഡി 7 മണിയായി. ഇനിയിപ്പോൾ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പണി പോളും. 24 hours പ്രവർത്തിക്കുന്ന പമ്പുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മാക്ഡൊണാൾഡ്സ് ഉണ്ട്, അപ്പം പിന്നെ ഒന്നും നോക്കണ്ട, അത് 24 hours ഉണ്ടാവും. മാക്ഡൊണാൾഡ്സ് മാത്രമല്ല, KFC ഉണ്ട്, മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ഡ്രൈവ് ത്രൂ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. സബ്വേ ഉണ്ട്, അത്യാവശ്യം എന്തൊക്കെ വേണോ അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. ഇവിടെ ജമൈക്കൻ ഫുഡുണ്ട്, മമ്മാസ് ജർക്ക് ചിക്കൻ, പിന്നെ ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ എന്താണ് മാക്ഡൊണാൾഡ്സ്, KFC, പിന്നെ ഡോമിനോസ്, പിന്നെ ബെസ്റ്റ് കൂമ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതും ഉണ്ട്. ഇത് ഞാനിവിടെ സിറ്റി സെൻറ്റർ ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ചുമ്മാ ഒന്ന് ഇറങ്ങി. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതെല്ലാം അടച്ചു. ഞാനിവിടെ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴത്തേക്കിനും വേറെ 2 പേര്, ഒരു ഫാമിലി വന്നിട്ട് സുജിത്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, അവിടെ മലയാളി ഇഷ്ടംപോലെ ഉണ്ടെന്ന്. ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരൊക്കെ മലയാളികളാണ്. പിന്നെ ഇവിടെ ഒരു സ്നോ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് എന്തോ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അവിടെ കുറേ എഞ്ചിനീയേഴ്സായിട്ട് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവർ. ഇവിടെ ശരിക്കും ഓസ്ട്രേലിയയിൽ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കൂമ എന്ന് പറയുന്നത്. കാരണം നല്ല മലയുടെ മേളിലാണേ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. സിറ്റി സെൻറ്റർ, പ്രോപ്പർ സിറ്റി സെൻറ്റർ ഏരിയ ആണിത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതൊരു വേറെ ഒരു ടൈപ്പ് സിറ്റി. ഇതുണ്ടല്ലേ, ബില്ലി കാർട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി. കൂമ സ്നോ ഗ്രൗണ്ട്, സ്നോ ഒക്കെ വരുന്ന സ്ഥലമാണോ ഇവിടെ. ഈ പാർക്കിൻ്റെ മുമ്പിൽ ഇവിടെ അവന്യൂ ഫ്ലാഗ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു സ്നോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന് റിലേറ്റഡ് ആയിട്ട് സ്റ്റോറി പറയുന്ന കുറച്ച് കാര്യങ്ങളും World War II ശേഷം ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇതായിട്ടാണ് അവരുടെ ആ ഫ്ലാഗ്സ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ടൈല് ഉണ്ടാക്കിയ കുറച്ച് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാം. ഞാൻ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ മലയാളികളുണ്ടെന്ന്. എനിക്കൊന്നൊരു 10-20 ഫാമിലി ഉണ്ടെന്ന്. അവിടെ ഞാനിപ്പോൾ ഒരു 5-6 പേരെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഞാനിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴത്തേക്കിനും അവിടെ പോയി ഫുഡ് കഴിക്കാൻ കരുതി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരാം, നിങ്ങൾ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർ എന്തൊക്കെയോ പെട്ടെന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരു മലയാളി ഇങ്ങോട്ട് വരുന്നത്, ഞങ്ങളല്ല ജോലിക്കല്ലാതെ അവർക്ക് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. സന്തോഷം. എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഞാൻ അവരെ കണ്ടത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെ ഒരു മലയുടെ മേളിൽ പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമുക്ക് വരാം. ഒരു വല്ലാത്ത വെളിച്ചമാണ്, വല്ലാത്ത വെളിച്ചമാണ്. ഇതാണ് ഞാൻ താമസിക്കാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ, ഹൈ കൺട്രി മോട്ടൽ. $110, ഏകദേശം ഒരു 7,000 ഇന്ത്യൻ രൂപയ്ക്കാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു പഴയ ഹോട്ടൽ, ഇതിവിടെ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു മലയുടെ മുകളിലാണ് ഈ ഹോട്ടൽ. ഇത് കണ്ടില്ലേ, അത് ആ കാണുന്ന സ്ഥലങ്ങളിൽ ആണ് എൻ്റെ റൂം. 25-ാം നമ്പർ മുറി. എനിക്ക് ചാവി തന്നു, പിന്നെ ബിസ്ക്കറ്റ് തന്നു. ഇവരെല്ലാവരും തരും ഈ മറ്റേ ടിം ടാം ബിസ്ക്കറ്റും പിന്നെ പാലും. അപ്പോൾ ഈ മോട്ടലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മോനെ, ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് കാണിച്ചു തരാം ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാന്ന് പറഞ്ഞാൽ. അതിന് മുമ്പ് ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് റൂമിൽ വെക്കട്ടെ. റൂം നമ്പർ 25. ഇത് മൊത്തം റീസെൻ്റ്ലി റിനോവേറ്റഡ് ആണ് കേട്ടോ. അടിപൊളിയാണല്ലോ, എല്ലാം പുതിയ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഓ വാവ്, ഇതെന്തിത്? പക്ഷേ എൻ്റെ അമ്മ 7,000 രൂപയ്ക്ക് ഇത് ലോട്ടറി. ഇത് എത്ര ഇത് ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ഡോർമെറ്ററി ഒന്നുമല്ലല്ലോ. ഇവരെന്തിനാണ് എനിക്ക് റൂം തന്നത്? അയ്യോ, അവിടെ അമ്മച്ചി പാവം അമ്മച്ചിയായിരുന്നു. ഒരു 70 വയസ്സ് എന്തായാലും ഉണ്ടാവും. എന്നോട് ഒരു 5 മിനിറ്റ് അവിടെ വന്ന് കത്തി വെച്ചു. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്, ഞാൻ ട്രാവൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അവർ ഇന്ത്യനെ പറ്റി ചോദിച്ചു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ജീവിക്കാൻ സുഖമാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞാൻ കുറേ പൊക്കി പറഞ്ഞു. പൊക്കെയല്ല, ഉള്ളത് പോലെ പറഞ്ഞു. നല്ല കാര്യമല്ലേ, ഇന്ത്യ ജീവിക്കുന്ന സുഖം വേറെ അവിടെ കിട്ടൂലല്ലോ. വലിയൊരു ബിഗ് TV. ഇതിനകത്ത് എന്തിനാണ് ഇത്രയും വലിയ ബെഡൊക്കെ തന്നെ? ഇതെന്തോ ഇതൊരു റൂം തന്നെയാ? അയ്യോ, ഇവരെന്തിനാ ഈ മുറി എനിക്ക് തന്നത്? ദിസ് ഇസ് സോ ബിഗ് മാൻ. ഇത് ഒരു സ്വീറ്റ് റൂം പോലെയാണല്ലോ. മൈ ഗോഡ്, ഇത് ബാത്റൂം അടിപൊളി. ഇത് പൊളിച്ച്. ഇത് 7,000 രൂപ ലോട്ടറിയാണ്. അടിപൊളി. ഇതുവരെ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത റൂമാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിസ് ഇസ് ബിഗ് മാൻ. അടിപൊളിയാണല്ലോ. പിന്നെ ഇത് എന്താ പറയുക, ഞാനിപ്പോൾ അവിടെ ക്യാൻബറയിൽ നിന്നായിരുന്നെങ്കിൽ ചിലപ്പം ഈ റേറ്റിന് ഒരു ചെറിയ കുടിസുമുറി കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചനെറ്റ് ഉണ്ട്.
പിന്നെ ഓവനൊക്കെ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. എന്തെങ്കിലും കൊണ്ടുവന്ന് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ചൂടാക്കാം. ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. നമ്മൾ എന്തെങ്കിലും സാധാരണ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് വേണ്ടിയുള്ള സെറ്റപ്പ്. ഇറ്റ്സ് എ വെരി നൈസ് റൂം, വെരി ബിഗ് റൂം. ഞാൻ എവിടെ കിടക്കും? അവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, അപ്പുറത്ത് കിടക്കാം. അതല്ലേ നല്ലത്. പിന്നെ മോട്ടൽസ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി എപ്പോഴും നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഹോട്ടലിൽ ഇവിടുന്ന് ഡ്രോൺ ഒന്ന് പറത്തി വിടാം. നല്ല പെർഫെക്റ്റ് ലൈറ്റാണ്. ഇത് പറത്തി വിടുമ്പോഴാണ് നമുക്ക് സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണുക. നമുക്ക് നമ്മുടെ ആ കൂമ എന്ന് പറയുന്ന ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞവരുടെ സംസ്ഥാനത്തിലെ ആ ഒരു കുഞ്ഞ് ടൗൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്ന് നല്ല സ്കൈ ആയതുകൊണ്ടും നല്ല സണ്ണി ആയതുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 20,000-ഓളം ആളുകളാണ് ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് ജീവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2,500 അടി ഉയരത്തിലാണ് ഈ ഒരു കുഞ്ഞി പൈൻ വാലി സ്ഥിതി ചെയ്യുന്നത്. പൈൻ വാലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് ഫർദർ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പം സ്നോ ഉണ്ടാവില്ല, പക്ഷെ എന്നിരുന്നാലും കാണാൻ പോകുന്ന ആ സ്നോ മൗണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു എൻട്രി പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കൂമ എന്ന് പറയുന്ന നഗരം. ഇവിടെ നിന്ന് ഇത് ശരിക്കും നമ്മൾ ക്യാൻബറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കലി ഇവിടേക്ക് എത്തിയത്. ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളാണ് നല്ല കാണാൻ സാധിക്കുന്നത്. ഒരു പള്ളിയുണ്ട്, ഒരു കുഞ്ഞു പള്ളിയുണ്ട്. പിന്നെന്താ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ സ്ഥലം. ഒരു ആശുപത്രി ഉണ്ടാവും, ബാക്കിയുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ചെറിയൊരു നഗരത്തിലുണ്ട്. എല്ലാ നഗരത്തിലും ഉണ്ടാകുന്ന പോലുള്ള ഒരു ചെറിയ നഗരം. പക്ഷെ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങ് വിദൂരതയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കുറേ ഗ്രാസ് ലാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നടുവിലൂടെ എന്താ പറയുക, വൺ വേ പോലെ തോന്നുന്ന രീതിയിൽ, വൺ വേ ഒന്നല്ല, അത്യാവശ്യം നല്ല വീതിയുള്ള കുറച്ച് റോഡുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും. അത് അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു നഗരത്തിൻ്റെ ആകാശ ദൃശ്യം ഞാൻ ശരിക്കും ഡ്രോൺ പറത്തി വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. 1849 സത്യം പറഞ്ഞാൽ ഇവിടേക്ക് ആളുകൾ വന്ന് താമസിച്ചു തുടങ്ങിയത്. ആ സമയത്ത് സ്നോയി മൗണ്ടൻസ് ഹൈഡ്രോ ഇലക്ട്രിക് സ്കീം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പദ്ധതി ആരംഭിക്കുകയും അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്ന് താമസിക്കുന്നത്. ശരിക്കും അത്തരത്തിൽ ആ ഒരു പദ്ധതിയോടനുബന്ധിച്ച് മലയാളികൾ വരെ ഇവിടെ വന്ന് ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്നു. അവരെ യാദൃശ്ചികമായിട്ട് വഴിയിൽ വെച്ച് കാണുന്നു. അവരെന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ലോകയാത്രയിൽ ഏത് കുഞ്ഞു സ്ഥലത്ത് പോയാലും അവിടെ നമുക്ക് മലയാളികളെ കാണാൻ പറ്റുന്നു, അവിടെ നമ്മളുടെ ഫോളോവേഴ്സിനെ കാണാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഐ എം ഫീലിംഗ് സോ ഹാപ്പി, വെരി ഹാപ്പി. കാരണം സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളെ മെസ്സേജ് അയക്കുകയും നമ്മൾ അങ്ങനെ പരിചയപ്പെടുകയും നേരത്തെ പ്ലാൻ ചെയ്തു പോയി കാണുകയും ചെയ്യും. ഇത് വളരെ അവിചാരിതമായിട്ട് കുറച്ച് ആളുകളെ കണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ശരിക്കും എനിക്കിപ്പോഴും ആ ഞെട്ടൽ മാറിയിട്ടില്ല. ഇത് കണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൗണ്ട് ഗ്ലാഡ്സ്റ്റോൺ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങോട്ടൊന്ന് പോകാൻ വിചാരിച്ചിറങ്ങിയതാണ്. ഇത് ആക്ച്വലി ഒരു ലുക്കൗട്ട് പോയിന്റ് ആണ്. സൺസെറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഞാനവിടെ ഹോട്ടലിന് മുമ്പിൽ നിന്ന് സൺസെറ്റിന് മുന്നേ ഡ്രോൺ പറത്താൻ വേണ്ടി നിന്നതുകൊണ്ട് എനിക്ക് സൺസെറ്റ് മിസ്സായി. എനിക്ക് തോന്നുന്നു അവിടെ അടിപൊളിയാണല്ലോ, കിടിലൻ വ്യൂ ആണല്ലോ. സൂര്യൻ അങ്ങ് ദൂരെ അസ്തമിച്ചു. ബേസിക്കലി സൺസെറ്റ് കാണാൻ വേണ്ടി വരുന്ന സ്ഥലമല്ല ഇവിടെ. ഈ കാണുന്ന ഈ ഒരു ഗ്രാസ് ലാൻഡ് കണ്ടോ, ആ ഒരു ഏരിയയാണ് ഇവിടുത്തെ വ്യൂ. അത് കൊള്ളാം, അത് പൊളിച്ച്. തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കട്ടിയുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്. അതെടുത്തിട്ട് ഇവിടെ മലയുടെ മേളിലല്ലേ പിന്നെ തണുക്കാണ്ടിരിക്കുമോ. കൊള്ളാം കേട്ടോ ഏരിയ. എനിക്ക് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ ആ ഒരു നഗരം കാണാം. നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞു സ്ഥലം അത് കാണാം. എന്താ അല്ലേ, ഇവിടെയൊക്കെ സ്നോ വീഴുമോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം. പക്ഷെ ഇവിടെയുള്ള മൗണ്ടൻ്റെ മേളിലൊക്കെ സ്നോ വീഴും. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ ഒരു കൂമ സ്നോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ഥലമുണ്ട്. എനിക്ക് മനസ്സിലാക്കിയാൽ സാധിച്ചത് ഒരു മേ ബി എന്താ പറയുക, ഈ മഞ്ഞുരുകിയിട്ട് വെള്ളം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കണം. അത് ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ടാക്കുന്ന പരിപാടി ആയിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു നഗരം ബേസിക്കലി ഉണ്ടായത്. അങ്ങനെയാണ് കൂമ എന്ന് പറഞ്ഞ നഗരത്തിൽ ആളുകൾ വന്ന് താമസിച്ചത്. അതായത് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ് വരുമ്പോഴാണല്ലോ ആളുകൾ വന്ന് താമസിക്കുക. അപ്പോൾ ആ പ്രൊജക്റ്റ് ഇവിടെ എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്
വരുന്ന ആളുകൾക്ക് ആശുപത്രി, സ്കൂള്, ബാങ്ക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല സംഭവങ്ങളുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഈ കൂമ നഗരം. കാങ്കറിനെ കണ്ടില്ല എന്ന് പറയുന്നത് കാര്യം പോകുന്നുണ്ടോ? കാങ്കരു ആണോ വല്ലഭി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാങ്കരു തന്നെയാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഇറങ്ങും, റോഡിൽ ചാടും, വണ്ടിയിലിടിക്കും. അങ്ങനെ അതുകൊണ്ടാണ് രാത്രി വണ്ടി ഓടിക്കരുതെന്ന് പറയുന്നത് ഇവിടെ. അപ്പോ ഇവരാണ് ഞാൻ വഴി വെച്ച് കണ്ട, അല്ല ഇവരല്ല അത് കണ്ടേ, നിങ്ങളല്ലേ എന്നെ സ്പോട്ട് ചെയ്തേ? ഇവരാണ് എന്നെ ആദ്യം സ്പോട്ട് ചെയ്തത്. ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന കണ്ടിട്ട് ചാടി കയറി എന്റെ പുറകെ ഓടി വന്നതാണ് ഇവര്. ഹലോ. അവരപ്പുറത്ത് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയത് ആരാ അപ്പൊ? ചേട്ടനാണ്. പേരെന്തായിരുന്നു ചേട്ടന്റെ? ഷിനോയ്. നിങ്ങളുടെ? പ്രവീൺ. സജിന. ചേട്ടന്റെ വൈഫ് കൊണ്ട് അകത്തുണ്ട്. എവിടെ? യെസ്. അപ്പൊ താങ്ക്സ് ഫോർ ദ ഫുഡ്. എല്ലാരും കൂടെ എനിക്കിവിടെ എന്താ പറയാ, ചോറും ചിക്കൻ കറിയും പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടെ ചേർത്ത് തന്നിട്ടുണ്ട്. അല്ല ഇത് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മള് ആളുകളായിട്ട് കണക്ട് ചെയ്ത് ചാറ്റ് ചെയ്തൊക്കെ പോയി മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. പപ്പളം വരെയുണ്ട്.